അയ്യോ, നല്ലൊരു ഇളം തണുത്ത കാറ്റും കൊണ്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് പഠിപ്പിക്കാം. ആ ഷാർജ എമിറേറ്റ്സിന്റെ ഒരു മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് വിഷ്വൽ നമുക്ക് ഇവിടെ നിന്ന് കണ്ടാ. ഇവിടെ വരുമ്പോൾ നമുക്ക് ഹിഡനായിട്ടുള്ള ഇങ്ങനത്തെ കുറെ ജം പോയിന്റുകളൊക്കെ കിട്ടണ്ട. വെള്ളാരം കാലത്തിന്റെ ഒരു ഫോസിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഫോസിൽ മീൻസ് പഴയ ഒരു കല്ല് വരെ എങ്ങനെയൊക്കെ ഇവിടെ നിന്നൊക്കെ മൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടില്ല, ഞാൻ കറക്റ്റ് വായിച്ചിട്ടില്ല. ഉണ്ടാ അയ്യോ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കട്ടെ ഞാൻ. ദേ ഇവിടെ ഒരു ഓറഞ്ച് വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പല ശലഭങ്ങളും വന്ന് അതിൽ നിന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട്. ശലഭങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇതായിരുന്നു. എന്തൊരു അടിപൊളി സ്ഥലം. ഈ ഒരു ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോ നടന്നു വന്നത്. നമ്മളിപ്പോൾ ആ പാലം കടന്ന് ദ്വീപിലെത്തി. ഇവിടെ ഒരു ഏരിയൽ മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായിലല്ല, ഷാർജ എമിറേറ്റ്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഷാർജയിലെ അൽനൂർ ഐലൻഡിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ദുബായിയുടെ നഗരക്കാഴ്ചകളുടെ ഒരു വലിയൊരു ബഹളത്തിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചൊക്കെ നമുക്ക് പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കാം. അപ്പൊ ദുബായിലെ യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് തുടങ്ങുന്നത്. ഷാർജയിലേക്കുള്ള ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ഓരോ 20 മിനിറ്റിലും ഷാർജയ്ക്ക് ബസ് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിപ്പറ്റി. മുകളിലത്തെ നിലയിൽ ഫ്രണ്ടിലെ സീറ്റ് തന്നെ അങ്ങ് പിടിച്ചു. കാറിൽ പോകുമ്പോൾ കാണുന്നതിനേക്കാൾ അടിപൊളി കാഴ്ചകളാണ് ഈ ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഒരു വൈഡ് ആംഗിൾ വ്യൂവിൽ ഈ നഗരം കാണാൻ നല്ല രസമാണ്. നമ്മുടെ ലക്ഷ്യം അൽനൂർ ഐലൻഡ് ആണ്. സ്വന്തമായി വണ്ടിയുള്ളവർക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കി അൽനൂർ ഐലൻഡിലെത്താം. ദുബായിൽ നിന്ന് ടാക്സി പിടിക്കുകയാണെങ്കിൽ ഏകദേശം 100 ദിർഹമാകും. പക്ഷെ ബസ്സിൽ പോവാണെങ്കിൽ വെറും 10 ദിർഹം മതി. വേറെ എമിറേറ്റുകളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഷാർജയിലേക്കുള്ള ബസ് പിടിച്ച് മെയിൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ മതി. അവിടെ നിന്ന് 10 മുതൽ 15 വരെ ദിർഹം കൊടുത്താൽ ടാക്സിയിൽ നേരെ അൽനൂർ ഐലൻഡിന്റെ ടിക്കറ്റ് കൗണ്ടറിലെത്താം. നമ്മൾ യാത്ര ചെയ്ത ബസ്സിലെ ഡ്രൈവർ ചേട്ടൻ ഒരു മലയാളിയായിരുന്നു. ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ടാക്സി പിടിക്കാം, അല്ലെങ്കിൽ ഷാർജ കിങ് ഫൈസൽ റോഡിലെ ജംബോ സോണി ഒന്ന് സ്റ്റോപ്പിൽ ഇറങ്ങിയാലും മതി എന്ന് പറഞ്ഞു. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാകും. യുഎഇയിലെ 7 എമിറേറ്റുകളിൽ വലുപ്പത്തിൽ 3-ാം സ്ഥാനത്താണ് ഷാർജ. 1998-ൽ യുനെസ്കോ ഷാർജയെ അറബ് നാടുകളുടെ സാംസ്കാരിക തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. ധാരാളം വാണിജ്യ കേന്ദ്രങ്ങളും പരമ്പരാഗത സംസ്കാര സൗധങ്ങളും നിരവധി മ്യൂസിയങ്ങളും കോർണീഷുകളും പാർക്കുകളും ആർട്ടിഫിഷ്യൽ ഐലൻഡുകളും നിറഞ്ഞതാണ് ഷാർജ ടൂറിസം. നമ്മളിപ്പോൾ ബസ് ഇറങ്ങി ഒരു ടാക്സിയിലാണ് യാത്ര ചെയ്യുന്നത്. റോഡുകൾ വളരെ വിശാലമാണ്. റോഡിന്റെ വശങ്ങളിൽ ഈന്തപ്പനകളും പച്ചപ്പുല്ലുകളും വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഒരു നാട് ലോകോത്തര നിലവാരത്തിലെത്താൻ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാണുന്നത് ഒരു പഴയ സൂക്കാണ്. നമ്മളിപ്പോൾ അൽനൂർ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ടാക്സിക്ക് 10 ദിർഹംസ് മാത്രമേ ആയുള്ളൂ. നമ്മളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ഈ ദ്വീപിലേക്ക് പ്രവേശിക്കാനുള്ള സാധാരണ ടിക്കറ്റ് നിരക്ക് 35 ദിർഹംസ് ആണ്. 15 ദിർഹംസ് കൂടി കൊടുത്താൽ ബട്ടർഫ്ലൈ ഗാർഡനിലേക്കും പ്രവേശിക്കാം. ഞാൻ അങ്ങനെ 50 ദിർഹത്തിന്റെ ടിക്കറ്റാണ് എടുത്തത്. സ്കൈ വാച്ച്, നൂർ കഫേ എന്നിങ്ങനെയുള്ള പല ആക്ടിവിറ്റികൾക്കും പല നിരക്കുകളുണ്ട്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് യാത്ര തുടങ്ങാൻ ഒരുങ്ങുകയാണ്. ഷാർജ ലാഗൂണിന്റെ ഹൃദയഭാഗത്താണ് അൽനൂർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഐലൻഡിലേക്ക് പോകാൻ മനോഹരമായ ഒരു പാലമുണ്ട്. ഈ പാലത്തിലൂടെ നടന്ന് നമുക്ക് ഖാലിദ് തടാകത്തിന്റെ ഭംഗി ആസ്വദിക്കാം. നമ്മളെ വന്ന സമയം കുറച്ച് മാറിപ്പോയി. ഇവിടെ ഏകദേശം സമയം 11:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ അതിൻ്റെ ചെറിയ ചൂട് ചെറുതായിട്ടുണ്ട്. കാരണം ദുബായിയുടെ ഇപ്പം ചൂട് സീസൺ ആരംഭിച്ചു. ഇവിടേക്ക് വരുമ്പോൾ ഈവനിങ് ഒരു 5 മണി ആ സമയത്തൊക്കെ എത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടയൊക്കെ എടുത്തോളൂ. കാരണം ഇപ്പം ദുബായിയുടെ ക്ലൈമറ്റ് ഒക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഖാലിദ് തടാകത്തിന്റെ ഒരു വശത്തായാണ് ഈ പച്ചത്തുരുത്ത് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തീരദേശ പരിപാലന നിയമങ്ങളുടെ പേരിൽ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുമ്പോൾ ഇവിടെ കായലുകളിലും കടലിലും വരെ ദ്വീപുകളുണ്ടാക്കി വലിയ ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റി സാമ്പത്തിക നേട്ടം കൊയ്യുന്നു. ഇവിടത്തെ കാഴ്ചകൾ കാണുമ്പോൾ
നമ്മുടെ നാട്ടിലെ നിയമക്കുരുക്കുകൾക്ക് കുറച്ചൊക്കെ അയവ് വരുത്തിയിരുന്നെങ്കിൽ എത്രയെത്ര ടൂറിസം സാധ്യതകളാണ് തുറന്നു കിട്ടുമായിരുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു. എന്തൊരു അടിപൊളി സ്ഥലം നോക്കിയാ. ഈ ഒരു ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോ നടന്നു വന്നത്. നമ്മളിപ്പോൾ ആ പാലം കടന്ന് ദ്വീപിലെത്തി. ഇവിടെ ഒരു ഏരിയൽ മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ നമ്മുടെ യാത്ര കുറച്ചുകൂടി എളുപ്പമാകും. എവിടെയൊക്കെ പോകണം എന്നതിന്റെ മുഴുവൻ വിവരങ്ങളും ഇതിലുണ്ട്. ഈ ദ്വീപിന്റെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ബട്ടർഫ്ലൈ ഗാർഡൻ, പലതരം ആർട്ട് ഇൻസ്റ്റലേഷനുകൾ, ലിറ്ററേച്ചർ പവലിയൻ, പിന്നെ കുട്ടികൾക്കായി ഒരു പ്ലേ ഗ്രൗണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ കാണാൻ. ഓരോന്നായി നമുക്ക് കാണാം. കൂടെ പോരൂ. സോ നമ്മളിപ്പോ എങ്ങോട്ടാണ് ഫസ്റ്റ് പോകേണ്ടതെന്നൊരു പിടിയില്ല. അങ്ങോട്ട് ഒരു വഴി പോകുന്നുണ്ട്, ഇങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട്. സോ രണ്ട് സൈഡിലേക്കും വഴി പോകുന്നുണ്ട്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സ്പോട്ടിലാണ്. അപ്പോൾ അതായത് ഇവിടുന്ന് നമ്മൾ റൈറ്റിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ ആദ്യം പോകുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. ഫ്ലൂയിഡ് ഡിസൈനിൽ സ്വർണ്ണ നിറത്തിലുള്ള വലക്കണ്ണി കൊണ്ട് വളഞ്ഞു പുളഞ്ഞ ഒരു കലാസൃഷ്ടി പോലെയാണ് ഈ ബട്ടർഫ്ലൈ ഗാർഡന്റെ മേൽക്കൂര ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗ്ലാസ് ഹൗസിന് മുകളിൽ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ നല്ല ആകർഷകമായ ഒരു നിർമ്മിതിയാണിത്. ഈന്തപ്പനകളുടെ തണലിലിരുന്ന് വിശ്രമിക്കാൻ ഇവിടെ ഇരിപ്പിടങ്ങളുമുണ്ട്. നമ്മളിപ്പോ പതുക്കെ ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് കയറാൻ പോവാട്ടോ. ഇതിന്റെ ഒരു സൈഡ് നല്ലൊരു കോഫി ഷോപ്പാണ്. വിശാലമായ ഇരിപ്പിടങ്ങളൊക്കെയുണ്ട്. എല്ലാം നല്ല ഭംഗിയായി ഗ്ലാസ് കൊണ്ടങ്ങ് മൂടിയിരിക്കുക. ഫ്രീ വൈഫൈയും കിട്ടും ഇവിടെ. നമുക്കകത്തേക്ക് പോകാം. ഡോറ് തുറന്ന് നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ നിറയെ ചിത്രശലഭങ്ങൾ അങ്ങിങ്ങായി പറന്നു നടക്കുന്നത് കാണാം. ശലഭങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ പാകത്തിന് ഇവിടെ ചെറിയ മരങ്ങളും ചെടികളും പൂക്കളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു കുഞ്ഞൻ കാട് പോലെയാക്കിയിട്ടുണ്ട്. തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ഇന്ത്യ, തെക്കേ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയുള്ള പലതരം ശലഭങ്ങളാണ് ഇവിടെയുള്ളത്. കോമൺ ക്രൂയിസർ, ടെയിൽഡ് ജേ, പിങ്ക് റോസ്, എമറാൾഡ് സ്വാലോ ടൈൽ, ഗ്രേറ്റ് എഗ് ഫ്ലൈ എന്നൊക്കെ അവരുടെ പേര്. ഒരു ചെറിയ സ്ഥലമാണിത്. ഒരു 20 മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കാം. ഞാനൊരു 2-3 തവണ ഇതിനുള്ളിൽ ചുറ്റി നടന്നു. ഇവിടെ കണ്ടോ, നമ്മുടെ നാട്ടിൽ ആനയ്ക്ക് കൊടുക്കുന്ന പനമ്പട്ടയുടെ ചെറിയ മരമായത്. വലുതായാൽ ഏകദേശം 100 അടി ഉയരം വരും. തെങ്ങിനേക്കാൾ വലുതാകും. ഇവിടെ ഇത് ഈ ചില്ലുകൂടിനുള്ളിൽ ഒരു അലങ്കാര ചെടിയായി ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ശലഭങ്ങളുടെ ലോകം അടുത്തറിയാം. ഞാനിങ്ങനെ ചിത്രശലഭങ്ങളെ ക്യാമറ കണ്ണിലൂടെ സൂം ചെയ്ത് പകർത്തിക്കൊണ്ടിരിക്കുകയാ. ദേ ഇവിടെ ഒരു ഓറഞ്ച് വട്ടത്തിൽ മുറിച്ചു വെച്ചിട്ടുണ്ട്. പല ശലഭങ്ങളും വന്ന് അതിൽ നിന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട്. ശലഭങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ചിത്രശലഭങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും വേണ്ടി ശലഭങ്ങളുടെ ജീവിതചക്രം, മുട്ട വിരിഞ്ഞ് ലാർവയായി, ശേഷം പ്യൂപ്പയായി, അതിൽ നിന്ന് പൂർണ്ണ ശലഭമാകുന്നതെല്ലാം ലൈവായി വിശദീകരിക്കുന്നുണ്ട്. സാധാരണയായി ശലഭങ്ങൾക്ക് 3 ആഴ്ച വരെയാണ് ആയുസ്. വലുപ്പമുള്ള ചിലത് 5 മാസം വരെ ജീവിക്കുന്നവയുമുണ്ട്. ഇവിടെ ശലഭങ്ങൾക്ക് അനുകൂലമായ ഈർപ്പവും ചൂടുമെല്ലാം കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. ശലഭങ്ങൾ നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കും കേട്ടോ. അങ്ങനെ ശലഭവുമായി സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിടാം. നിർഭാഗ്യവശാൽ എന്റെ കാലിലാ വന്നിരുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കുകയാ ഈ ശലഭം. ചിത്രശലഭങ്ങളുടെ വിവരങ്ങളെല്ലാം ഫോട്ടോ സഹിതം ഈ ഷോക്കേസിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു വ്യത്യസ്തമായ അനുഭവമായത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത് ഞാനിങ്ങനെ നീങ്ങുകയാണ്. എന്റെ ഫോണിൽ ദുബായിലെ പുറത്തെ ചൂട് 37 ഡിഗ്രി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടെ ഒട്ടും ചൂടറിയില്ല. അതിന് മെയിൻ കാരണം ഈ തുരുത്തിലെങ്ങും നിറയെ പച്ചപ്പുല്ലും മരങ്ങളും നിൽക്കുന്നതുകൊണ്ടാണ്.
ഏകദേശം 45,470 ചതുരശ്ര മീറ്ററാണ് ഈ ദ്വീപിന്റെ ഏരിയ. ഇവിടെ ഈന്തപ്പനകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന പോലത്തെ ഇഷ്ടം പോലെ മരങ്ങളും ചെടികളുമുണ്ട്. ശരിക്കും പ്രകൃതിയും കലയും കൂടി കലർന്ന ഒരു അടിപൊളി സ്ഥലം. പിന്നെ ഇവിടുത്തെ ഈ മരപ്പലക കൊണ്ടുണ്ടാക്കിയ നടപ്പാത ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒറ്റ നടപ്പാതയിലൂടെ നടന്നാൽ ഈ ദ്വീപ് മൊത്തം നമുക്ക് കണ്ടു തീർക്കാം. അത്രയുള്ളൂ വലുപ്പം. ഇവിടെ കാണുന്നതാണ് കാക്ടസ് ഗാർഡൻ. വിധവിധമാണ് മുള്ളുള്ള കള്ളിമുൾച്ചെടികളാണ് ഇവിടെ നിറയെ. ഓരോന്നിനും ഓരോ ഷേപ്പും സൈസുമൊക്കെയാണ്. നല്ല വെറൈറ്റി കളക്ഷൻ തന്നെയുണ്ട്. പിന്നെ നമ്മളെ ആകർഷിക്കുന്ന മറ്റൊന്ന് ഇവിടുത്തെ ആർട്ട് ഇൻസ്റ്റലേഷൻസ് ആണ്. ഈ തുരുത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനത്തെ പലതരം രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തവും മനോഹരവുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ ആർട്ട് ഗാലറി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പ്രകൃതിയുടെ ഭംഗിയും കലയുടെ സൃഷ്ടികളും ഒത്തുചേർന്നപ്പോൾ കിട്ടിയ റിസൾട്ട് ഇത്രയും മനോഹരമായൊരു സ്ഥലമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ദുബായിൽ വരികയാണെങ്കിൽ ഈ അൽനൂർ ഐലൻഡ് തീർച്ചയായും നിങ്ങളുടെ ലിസ്റ്റിൽ വെക്കണം. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓരോ 30 മിനിറ്റിലും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ വരും. അവര് ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ ഒരു സൂപ്പർവൈസറും ഉണ്ടാവും. ഇതൊക്കെ മൊത്തത്തിൽ നോക്കുന്ന ബഗ്ഗി വണ്ടിയിൽ കറങ്ങുന്ന അറബിയെയും കാണാം. ഈ ഒരു സിസ്റ്റം UAE മുഴുവനുമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ നാട് ഇത്ര വൃത്തിയുള്ളതായി മാറിയത്. നമ്മുടെ നാടും മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്തൊക്കെ കാണിച്ച് മാർക്കറ്റിംഗ് ചെയ്താലും വൃത്തിയും വെടിപ്പുമില്ലാത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള നാട്ടിലേക്ക് പോകാൻ ഏത് സഞ്ചാരിയും ഒന്ന് മടിക്കും. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. നമ്മുടെ ടൂറിസം സാധ്യതകളെ തന്നെ ഇത് ബാധിക്കും. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒത്തിരി വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കാരണം എങ്ങോട്ട് പോകണമെന്നൊരു പിടിയില്ല. ഇതിലൊരു പോകുമ്പോ ഒരു വഴി കാണുന്നുണ്ട്. ഇതെന്താ? ഇവിടെ ഇങ്ങനെ ഒരു ട്രാക്ക് പോലെ എന്തോ സെറ്റപ്പ് ഉണ്ട്. ഇത് ചാടാനുള്ള സെറ്റപ്പാണ് കേട്ടാ ഗൈസ്. നമ്മള് പല പല TV ചാനലിൽ കണ്ടിട്ടുള്ള പോലത്തെ സെറ്റപ്പാണ് ഇവിടെ. നമുക്കിങ്ങനെ ചാടാ ഇതിനകത്ത്. ചാടിയിട്ട് ഡൈവ് ചെയ്യേണ്ട സംഭവിക്കുകയാണെന്ന് തോന്നുന്നത്. പക്ഷെ ഡൈവ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് ഇല്ലാത്ത കാരണം നമ്മൾ ഡൈവ് ചെയ്യുന്നില്ല. സ്പ്രിംഗ് ആക്ഷൻ പോലത്തെ സെറ്റപ്പാണ് ഇത്. പൊട്ടി നിലത്തി വേണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പ്രാക്ടീസും ഡൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കറങ്ങിയിട്ടൊക്കെ ഡൈവ് ചെയ്ത് അടിക്കാം. പണ്ടാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ജിംനാസ്റ്റിക്കൊക്കെ. അപ്പോൾ അതൊക്കെ വിട്ടു. സൈഡിലൊക്കെ തലയടിച്ചാലും എനിക്ക് തോന്നുന്നു ഈ സൈഡിലൊക്കെ റബ്ബറാന്ന് തോന്നുന്നു. തലയടിച്ചാലും പെട്ടെന്നൊന്നും ചാവുന്നില്ല. ചെറിയ പരിക്കോട് കൂടി നമുക്ക് രക്ഷപ്പെടാം ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടാ. കിട്ടലിന്റെ ഏരിയ കിട്ടലിന്റെ ഏരിയ. തണവ് സീസൺ വരാണെങ്കിൽ നല്ല ഒരു പ്രത്യേക വൈബായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു വൈറലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. എനിക്ക് ഇതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാണില്ല. അൽനൂർ ഐലൻഡ് അടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചറാണ് കാണാറുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹുക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സ്ട്രക്ചറുകളാണ്. കാരണം ഇതുപോലത്തെ ഇത്തരത്തിലുള്ള പല രൂപങ്ങൾ പല ഭാഗത്തും സിറ്റി വാക്ക് അല്ലെങ്കിൽ ഡൗൺ ടൗൺ ഏരിയ അങ്ങനെ പല ഏരിയകളും നമ്മൾ ഇതുപോലെ പല പല രൂപങ്ങൾ ഇവർ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഫോസിലാണിത്, ഫോസിൽ റോക്സ്. ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. അതാ എന്തൊരു ഭയങ്കരമായിട്ട് കല്ലാണിട്ടത്. എന്തെങ്കിലും പ്രാർത്ഥിക്കാം. വെള്ളാരം കല്ല് പോലെ തന്നെ വലിയൊരു കല്ല്. എന്റെ പൊന്നെ, അമൂല്യമായ കല്ലാട്ട ശരിക്കും പറഞ്ഞ. കല്ലിന്റെ ഫോസിൽ എന്നൊക്കെ പറഞ്ഞതല്ലേ. എനിക്ക് രക്ഷിച്ചേട്ടാ. ഇവിടെ വരുമ്പോൾ നമുക്ക് ഹിഡനായിട്ടുള്ള ഇങ്ങനത്തെ കുറെ ജം പോയിന്റുകളൊക്കെ കിട്ടണ്ട. വെള്ളാരം കല്ലാണ്. വെള്ളാരം കല്ലത്തിന്റെ ഒരു ഫോസിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഫോസിൽ മീൻസ് പഴയ ഒരു കല്ല് വരെ എങ്ങനെയൊക്കെ ഇവിടെ നിന്നൊക്കെ മൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടില്ല, ഞാൻ കറക്റ്റ് വായിച്ചിട്ടില്ല. എന്താ അയ്യോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കട്ടെ ഞാൻ. Two large fossil rocks standing like guardians of the island, located at the northern tips of Al-Noor Island. 90 സെന്റിമീറ്റർ എലിവേറ്റഡ് റോക്ക് ക്രിസ്റ്റൽ. ക്രിസ്റ്റലിൻ്റെ റോക്കാണ് ഈ കണ്ടത് നമ്മൾ. ഓക്കെ, വെരി നൈസ്. നമ്മുടെ ബാക്കിൽ അതാക്കിയിട്ടുള്ള ഒരു സ്പോട്ട്. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു വൈറലായിട്ടുള്ള സ്പോട്ടാണ്. ഈ ഒരു കായലിൻ്റെ ഭംഗി കൊണ്ടൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഊഞ്ഞാല കൊടുത്തിട്ടുണ്ട്. എന്നൊക്കെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു പച്ച പുൽത്തകിടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഏരിയ. ഇതൊക്കെ ഒറിജിനൽ പുല്ലാണ് കേട്ടോ. ശരിക്കുള്ള പുല്ല് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലിരുന്ന് ആടാം.
ഒരു 5 മണി 6 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, ഷാർജയുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യാസ്തമയമൊക്കെ നമുക്ക് ഈ ഒരു ചെയറിലിരുന്നുകൊണ്ട് നമുക്ക് ഊഞ്ഞാലാടിക്കൊണ്ട് കാണാം. അപ്പൊ പിന്നെ കുറച്ചു നേരം ഞാൻ ഊഞ്ഞാലാട്ടെ. അയ്യോ, നല്ലൊരു ഇളം തണുത്ത കാറ്റും കൊണ്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് പഠിപ്പിക്കാം. ആ ഷാർജ എമിറേറ്റ്സിന്റെ ഒരു മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് വിഷ്വൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. സോ ഇവിടുത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു പാലം കാണാം. നോക്കിയാൽ എന്ത് രസകരമായിട്ടുള്ളൊരു പാലം നോക്കിയാൽ. ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കയറ് പോലും എത്ര കലാപരമായിട്ടാണ് ഇവര് നിർവഹിച്ചിരിക്കുന്നത്. ചുറ്റിൽ നല്ല മനോഹരമായിട്ടുള്ള മരങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ. ആഹാ, നല്ലൊരു ആംബിയൻസ്. ദുബായിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ദുബായിലുള്ള ഇവരുള്ള എല്ലാവർക്കും ഇവിടെ വരാൻ വളരെ ഈസിയാണ്. ശരിക്കും ആ ഒരു നഗര ജീവിതത്തിൻ്റെ കാഴ്ചകളിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് നമുക്ക് പ്രകൃതിയുടെ ഒപ്പം കുറേ നേരം സഞ്ചരിക്കാം. നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും എത്തിയിട്ടാ. നമ്മൾ വീണ്ടും ആ വാഷ്റൂമിൻ്റെ സ്പോട്ടിൽ തന്നെ എത്തി. അപ്പോൾ നമുക്ക് എന്തായാലും അൽനൂർ ഐലൻഡിലോട് വീട് പറയാനുള്ള സമയമായിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് അൽനൂർ ഐലൻഡിൻ്റെ എന്താ പറയുക ഒരു പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര താൽക്കാലികമായിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കിട്ടില്ലെങ്കിൽ സ്ഥലങ്ങളിലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതായിരിക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു, ബൈ. അയ്യോ, നല്ല കാറ്റുണ്ട്.